ചിത്ര ചേച്ചി പാടുമ്പോഴത്തേക്കും അത് ഭയങ്കര നിറങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈകളായിട്ട് ഇങ്ങനെ പറക്കുന്ന പോലെ തോന്നും. അന്നത്തെ കാലത്ത് വലിയൊരു സംഗീത സംവിധായകൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുകയും അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഇത് ഒരു പയ്യനാണ് മ്യൂസിക് ചെയ്യുന്നത്, ആ പയ്യൻ്റെ പേര് എം ജയചന്ദ്രനാണ്, അവന് ടാലൻ്റ് ഉണ്ട്. ലാലേട്ടനും കേട്ടു, ലാലേട്ടൻ പറഞ്ഞു നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അരുമമണി സാറ് പറഞ്ഞു ഇതല്ല, ഈ പാട്ടല്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഇത് നന്നായിരിക്കുന്നല്ലോ ഈ പാട്ട്, എന്തിനാണ് ഇത് മാറ്റുന്നത്? അപ്പം തന്നെ ഗിരീഷേട്ടൻ ഇന്നലെ എൻ്റെ നെഞ്ചിൽ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ എന്ന് എഴുതുകയാണ്. എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതുന്നു എന്ന് അത്ഭുതം തോന്നും. ഏതോ ആരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് മാനത്തിൽ നിന്ന് ഇങ്ങനെ അക്ഷരങ്ങൾ എടുത്ത് അതങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. രവീന്ദ്രൻ മാസ്റ്ററും ജോൺ സേട്ടനും അതിനുമുമ്പ് A.T. ഉമ്മർ സാറും അങ്ങനെ പല ആൾക്കാരും, അവർക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളിലാണ് അവരുടെ അവസാന ഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ അവർക്ക് റോയൽറ്റി വേണ്ട രീതിയിൽ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതങ്ങൾ വളരെ മെച്ചപ്പെട്ടതാവുമായിരുന്നു. Our unique blend of authentic healing therapies offers a transformative journey. Rejuvenate your body, calm your mind, and immerse in pure wellness. അജയൻ്റെ കരിയറിൽ തുടക്കത്തിൽ അല്ലേ, വിജയ് തമ്പി എന്ന് പറയുന്ന സംവിധായകൻ വളരെ സപ്പോർട്ടീവായി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യമേവ ജയതേ, അതിന് തൊട്ട് മുമ്പ് നാറാണത്ത് തമ്പ്രാണെന്ന് പറയുന്ന പടം, ഇതിലെ പാട്ട് പെട്ടെന്ന് ഓർക്കുന്നു, നമ്മുടെ സത്യമേവ ജയല് ചിൽച്ചിലമ്പ് മണിയൻ അതേമായിട്ട് എന്തെങ്കിലും സൗഹൃദം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും വിജയ് ചേട്ടനായിട്ട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഞാനിങ്ങനെ സിനിമയിലൊക്കെ വരണം, പക്ഷേ സീരിയലിലൊക്കെ മ്യൂസിക് ചെയ്യുന്നുണ്ട്. 1-2 സിനിമകളൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും നന്നായി വന്നില്ല. ഇപ്പോൾ ആദ്യത്തെ ചന്ത എന്ന് പറയുന്നത് 75 ദിവസം അന്ന് ഓടിയതാണ്. പക്ഷേ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ വലിയൊരു ഒരു സിഗ്നേച്ചർ ഇടാനൊന്നും അതിൽ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്രീവരാഹം ക്ഷേത്രത്തിൽ വൈകിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രിയയും കൂടെ പോകും. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ, അപ്പോൾ വെളിയിൽ കുറച്ച് നേരം ഇരിക്കും, നാമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ആണ് വിജയ് തമ്പി ചേട്ടൻ അവിടെ വരുന്നത്. അദ്ദേഹവും എല്ലാ വ്യാഴാഴ്ചയും അവിടെ വരും. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് വരണേ. അപ്പോൾ എനിക്ക് പരിചയമില്ല. അപ്പോൾ പ്രിയ പറഞ്ഞു, ഒന്ന് സംസാരിച്ച് നോക്കിക്കൂടെ, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലോ. അപ്പോൾ പൊതുവേ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് ഇന്നേർട്ടായിട്ടുള്ള ആളാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരാളത്ത് പോയി സംസാരിക്കുക, പെട്ടെന്ന് അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അതിനൊന്നും കഴിവുള്ള ആളായിട്ട് എന്നെ തോന്നിയിട്ടില്ല ഒരിക്കലും. ഇപ്പോഴും എനിക്കങ്ങനെ തോന്നാറില്ല. അപ്പോൾ ഞാൻ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ പ്രിയയെ പറഞ്ഞ് അങ്ങനെയല്ല, വേണ്ട, പുള്ളിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ചകൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയ പിന്നെയും പറഞ്ഞു എന്നാൽ സംസാരിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിജയ് ചേട്ടനുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ തമ്പി ചേട്ടനോട് പറഞ്ഞ് എൻ്റെ പേര് ജയചന്ദ്രൻ, മ്യൂസിക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറിയ ചെറിയ സീരിയലുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് രമേശൻ നായർ സാറുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമായിരുന്നു. ഇപ്പോൾ രമേശൻ നായർ സാറ് ഇതേ സമയത്ത് വിജയ് തമ്പി ചേട്ടനോട് റെക്കമെൻഡ് ചെയ്യാണ് ഇങ്ങനൊരു. അപ്പോൾ തമ്പി ചേട്ടൻ ഉടനെ ഓർത്തു, നമ്മൾ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആളല്ലേ. അങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഏഷ്യാനെറ്റിൽ സിദ്ദിഖേട്ടൻ്റെ സീരിയലിൽ അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ അതിൻ്റെ ശീർഷക ഗാനവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അങ്ങനെയാണ് വിജയ് തമ്പി ചേട്ടനുമായിട്ട് വരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എവർഷൈൻ മണി സാർ പ്രൊഡ്യൂസർ, അദ്ദേഹത്തെയും കൂട്ടി വിജയ് ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ സത്യമേവ ജയതയുടെ കഥ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് മണിസാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സംഗീത സംവിധാനം ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ മണിസാർ ഇത് കേട്ടിട്ട് മണിസാറിന് ഇഷ്ടപ്പെട്ടിട്ട് മണിസാർ പറഞ്ഞു കുട്ടൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സത്യമേവ ജയതയിൽ ചെയ്യുന്നത്. പിന്നെ തമ്പിച്ചേട്ടൻ എല്ലാ സമയത്തും അത്രയധികം സ്നേഹത്തോടെ എന്നെ കാണുകയും എനിക്ക് കൂട്ടാകുകയും ഞാൻ അദ്ദേഹത്തിന് കൂട്ടാവുകയും ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയത്. വാൽക്കണ്ണാടി എന്ന് പറയുന്ന ആ ചിത്രത്തിലൂടെയാണ് ഒരു ബ്രേക്ക് ഉണ്ടാക്കുന്നത്, ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് അല്ലേ, ആ പാട്ടാണ്. അതിൽ മണിക്കുയിലേ എന്ന് പറയുന്ന പാട്ടാണ്. അതിൻ്റെ പിറവി എങ്ങനെയായിരുന്നു ശരിക്കും ആ മണിക്കുയിലേ എന്ന് പറയുന്ന പാട്ട്? അത് ശരിക്കും രമേശൻ നായർ സാറ് തന്നെയാണ്. മറ്റേ രമേശ് നായരായിരുന്നു നമ്മുടെ സത്യമേവ ജയതേ ഗിരീഷേട്ടൻ, ശങ്കർ മഹാദേവൻ ആദ്യമായിട്ട് പാടിയ പാട്ട്. അപ്പോൾ ഇത് രമേശൻ നായർ സാറാണ് റെക്കമെൻഡ് ചെയ്യുന്നത് വാൽക്കണ്ണാടിക്ക് വേണ്ടിയിട്ട്. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained,
get placed. അങ്ങനെയാണ് നമ്മുടെ രഞ്ജിത്ത് അണ്ണൻ പ്രൊഡ്യൂസർ, പിന്നെ അനിൽ ബാബു. അതിൽ ബാബു ചേട്ടനായിട്ട് അനിലേട്ടനായിട്ട് നല്ല ബന്ധമാണ്, ബാബു ചേട്ടനായിട്ട് കൂടുതൽ ബന്ധമാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ മണിക്കുയിലേ എന്ന് പറഞ്ഞ പാട്ടുണ്ടായത്. അതാണ് ഒരു പക്ഷേ ആ കരിയറിൽ ഒരു പിന്നെ ആദ്യത്തെ ഒരു ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ പോപ്പുലർ ആക്കിയത് അന്നും ഇന്നും ഒരുപക്ഷെ ജയനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംഘടനയെ കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ മൺകുതിയിലെ എന്ന് പറയുന്ന ബാലേട്ടനിലെ ഗംഭീരമായ അതിഗംഭീരമായ പാട്ടാണ്. പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ഓർമ്മയിൽ വന്നിട്ടുണ്ട് ആ പാട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. ആ പാട്ടിനെക്കുറിച്ച് എന്തായാലും ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പാട്ട് എനിക്കൊരു വൈകാരികമായ മറ്റൊരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എൻ്റെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത് ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിലാണ്. ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മങ്കരയിലെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ആ പാട്ടുമായിട്ട് എനിക്കുള്ളൊരു വൈകാരിക ബന്ധം. അതിന് വേറൊരു കഥയുള്ളത് ഇപ്പം എന്നെ പറയാം. അപ്പോൾ ആ പാട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു അത് തീർച്ചയായിട്ടും VM വിനിച്ചേട്ടൻ ചേട്ടനാണ് അതിന് കാരണം. ചേട്ടൻ മാത്രമാണ് കാരണം. കാരണം അരോമമണി സാറിനോട് പറയുന്നു, വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ചേട്ടനെ അന്നത്തെ കാലത്ത് വലിയൊരു സംഗീത സംവിധായകൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുകയും, അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഇത് ഒരു പയ്യനാണ് മ്യൂസിക് ചെയ്യുന്നത്, ആ പയ്യൻ്റെ പേര് M ജയചന്ദ്രനാണ്, അവന് ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പേ കൺമഷി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ വിനിച്ചേട്ടനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനിച്ചേട്ടൻ എന്നെ വളരെ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ നല്ലൊരു ഹാർമണിയാണ് എപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ. അപ്പോൾ അരുമമണി സാറും പറഞ്ഞു, കുഴപ്പമില്ല, ആ പയ്യൻ ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടല്ലോ, അതിലിങ്ങനെ സംസാരിക്കും. ഒറ്റപ്പാലത്താണ് നമ്മൾ കമ്പോസ് ചെയ്തത്, പക്ഷേ തിരുവനന്തപുരത്ത് ഇത് കേൾക്കാനായിട്ട് ലാലേട്ടനും അരുമമണി സാറിനും കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് കേൾക്കുന്ന ആ ഇടത്തിൽ വേറൊരു പാട്ടാണ്, വേറൊരു ഈണമാണ്. അത് ഗിരീഷേട്ടൻ എഴുതുകയും ചെയ്തിരുന്നു. അത് എനിക്കിഷ്ടപ്പെട്ട, വിനിച്ചേട്ടനും ഇഷ്ടപ്പെട്ട ഈണമായിരുന്നു. അപ്പോൾ ലാലേട്ടനും കേട്ടു, ലാലേട്ടൻ പറഞ്ഞു നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അരുമമണി സാറ് പറഞ്ഞു ഇതല്ല, ഈ പാട്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ഇത് നന്നായിരിക്കുന്നല്ലോ ഈ പാട്ട്, എന്തിനാണ് ഇത് മാറ്റുന്നത്? അപ്പോൾ മണി സാറ് ഔട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ അദ്ദേഹം മാത്രം പറയുന്നു ഇത് ശരിയല്ല. പക്ഷേ പെട്ടെന്ന് VM വിനിച്ചേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ മണി സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം കൂട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനിച്ചേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ വിനിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, വിനിച്ചേട്ടാ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, ലാലേട്ടനും ഇഷ്ടപ്പെട്ടു, പിന്നെ അല്ലല്ല മണി സാറ് പറയുന്നതിൽ കാര്യമുണ്ടാവും. കാരണം അവിടെ വരേണ്ട ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു കേൾവിയിൽ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കലും ഇത് കേൾക്കുന്ന ഒരാൾക്കും മനസ്സിൽ നിന്ന് പോവാത്ത ഒരു പാട്ട് വേണം. അതിനത് സിമ്പിളായിരിക്കണം. നീ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറച്ചും കൂടെ കോംപ്ലക്സ് ഒരു ട്യൂണാണ്, അത് സംഗീതപരമായിട്ട് ഉഗ്രനാണ്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇത് സിനിമ ഒരു കമേഴ്ഷ്യൽ മീഡിയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കേട്ടപ്പോൾ ഒറ്റ കേൾവി കേട്ടപ്പോഴത്തേക്ക് അത് ഇമ്പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒറ്റ കേൾവിയിൽ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈയിൽ പോവുകയാണ്, അപ്പോഴും ഈ ഈണം റെഡി ആയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മഹാനായ ഒരു കലാകാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് മുരുകൻ എന്നാണ്. മുരുകൻ എൻ്റെ സ്വന്തം ബ്രദറാണ്, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ആ രീതി അത്രയും ഡീപ്പാണ്. അപ്പോൾ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. മുരുകൻ എന്നെക്കാളും വയസ്സുണ്ടെങ്കിലും എന്നെ അണ്ണ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വിനിച്ചേട്ടനും മുരുകനും ഞാനും ഗിരീഷേട്ടനും കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുരുകണ്ണൻ ഒരു ഋതം വായിച്ചു ഇങ്ങനെ, ഇതിലൊരു പാട്ടുണ്ടാക്കണം, അത് തിസ്രത്തിലാണ്, നമ്മൾ 6/8 എന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണ സങ്കടപ്പാട്ടുകളൊന്നും 6/8 അങ്ങനെ ഉണ്ടാവില്ല, അതിലൊന്ന് ട്രൈ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വന്ന ഒരു ട്യൂണാണിത്, പെട്ടെന്ന് വന്നത്. അപ്പോൾ ഉടനെ വിനിച്ചേട്ടൻ പറഞ്ഞു ഇത് കൊള്ളാം, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗിരീഷേട്ടൻ ഇന്നലെ എൻ്റെ നെഞ്ചിൽ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ എന്ന് എഴുതുകയാണ്. അതൊരു 5-10 മിനിറ്റ് എടുത്തുണ്ടാവും. അതിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ പാട്ട് എഴുത്തും എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പാട്ട് റെഡിയാവണം. അപ്പോൾ ചിത്ര ചേച്ചി അതിൻ്റെ ഫീമെയിൽ വേർഷൻ പാടാൻ വരികയാണ്. അപ്പോൾ അങ്ങനെയാണ്, നമ്മളപ്പോൾ ഓർക്കസ്ട്രേഷനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യം ഒരു ശ്രുതിയും ഒരു ക്ലിക്കൊക്കെ ഇട്ടിട്ട് അത് റെക്കോർഡ് ചെയ്യാണ്. അതാണ് എനിക്ക് ഇന്നലെ പറ്റിയുള്ള ഓർമ്മ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ. ആദ്യത്തെ ഈണം എന്തായിരുന്നു എന്ന് കേൾക്കാനുള്ളൊരു കൗതുകമുണ്ട്. ഈ പാട്ടിൻ്റെ അതിൻ്റെ ആദ്യ ഈണം എന്തായിരുന്നു? അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വേറൊരു രീതിയിൽ വേറെ ആരെങ്കിലും അത് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് വേറൊരു സിനിമയിൽ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊരു ഒറിജിനൽ ഈണം തന്നെയാണ്, പക്ഷേ അത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഒറിജിനൽ. ചിത്രാമ്മ പാട്ട് കേട്ടപ്പോൾ ഒരു പക്ഷേ ചിത്രാമ്മയിൽ നിന്നായിരിക്കും ആ പാട്ട് ആദ്യം കേൾക്കുന്നതല്ലേ, ആ പാടി അതെ. പിന്നെ ദാസേട്ടനും പാടി. ഇത് രണ്ടും നമ്മളൊരു ഫീൽ എന്തായിരുന്നു അന്ന് തോന്നിയൊരു ഫീൽ എന്തായിരുന്നു? ചിത്ര ചേച്ചി പാടുമ്പോഴത്തേക്കും അത് ഭയങ്കര നിറങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈകളായിട്ട് ഇങ്ങനെ പറക്കുന്ന പോലെ തോന്നും. ദാസർ പാടുമ്പോൾ അത് കുറച്ചുകൂടെ ഗഹനവും അതിൻ്റെ സംഗീതാത്മകത വേറൊരു രീതിയിൽ വരികയും അത് ചിലപ്പോൾ ആ ക്യാരക്ടറുമായിട്ട് നമ്മൾ പെട്ടെന്ന് ബാലേട്ടനെ നമുക്ക് ദാസാറിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ദാസാറിൻ്റെ ഗ്രേറ്റ്നസ്. ഈ പറഞ്ഞ കണക്ക് ഇന്നും ആളുകളുടെ നെഞ്ചിലൊരു തീ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പോഴും ഒരു അച്ഛനെയൊക്കെ ഓർക്കുന്നവർ വെറുതെ ഒന്ന് ഓർക്കും. അങ്ങനെ ആ നിമിഷങ്ങളിൽ അച്ഛനെയൊക്കെ ഓർത്തിരുന്നെന്ന് തോന്നുന്നു ആ ചെയ്യുന്ന സമയത്തല്ലേ? തീർച്ചയായിട്ടും അല്ലേ? എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് ഒരു പെക്യുലറാണ്. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും നോ ആണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരും പറയാറുണ്ട്, അതായത് ഞാനൊരു സാൻഡ്വിച്ച് ജനറേഷൻ്റെ ഭാഗമാണ്. അതായത് ഞാൻ കേട്ടതെല്ലാം അച്ഛൻ്റേന്ന് നോ ആണ്, പിന്നെ ഇപ്പോൾ എൻ്റെ മക്കളുടേന്ന് ഞാൻ കേൾക്കുന്നത് നോ ആണ്. ഇതിൻ്റെ ഇടയിൽ ആകെ ഒരു യെസ് ഞാൻ മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അച്ഛനോട് യെസ് പറയണം, മക്കളോട് യെസ് പറയണം എന്നുള്ള രീതിയിൽ ഒരു തമാശയായിട്ട് പറയും. അപ്പോൾ ആ രീതിയിലാണ് അച്ഛനായിട്ടുള്ള ഇത്. പക്ഷേ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു അഗാധത എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്തതാണ്. എല്ലാം അത് പ്രകടനത്തിൽ വിശ്വസിച്ച ആൾക്കാരല്ല അച്ഛനും ഞാനും. തീർച്ചയായിട്ടും എൻ്റെ ചേട്ടനും നമ്മൾ മൂന്നുപേരും കൂടെ ഉള്ള ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അച്ഛനും ഞാനും ചേട്ടനും, അതിൽ ഉള്ളിൽ നിന്ന് വന്ന ഒരു അക്ഷരപ്പൂട്ടുകൾ തുറന്ന് തന്ന അച്ഛൻ. ഇനി എന്ന് കാണും എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അത് പെട്ടെന്നാണ് ഗിരീഷേട്ടൻ ഇതൊക്കെ പറയുന്നത്. എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതുന്നു എന്ന അത്ഭുതം തോന്നും. ആരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് മാനത്തിൽ നിന്ന് ഇങ്ങനെ അക്ഷരങ്ങൾ എടുത്ത് അവിടുന്ന് അതങ്ങോട്ട് പ്രസന്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തെങ്ങിക്കരയും ഇനി എന്നിനി കാണും നാം. അതൊക്കെയുള്ള എത്ര സുന്ദരമായ, എന്തൊരു അർത്ഥവത്തായ അല്ലേ? ഇങ്ങനെ ഈ മനുഷ്യനൊക്കെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ തരളിതമാക്കാൻ കഴിയുന്ന, അവരുടെ മനസ്സുകളെ ഹൃദയാർദ്രമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഗിരീഷേട്ടനോട് ചോദിക്കുന്നത്, ഈ ഇനി എന്നിനി കാണും, ഇനി എന്ന് പിന്നെയും ഇനി, അപ്പോൾ ഇനി 2 പ്രാവശ്യം, അപ്പോൾ പുനരുക്തി പോലെ അല്ലേ? അപ്പോൾ ഗിരീഷേട്ടൻ പറയണത് നിൻ്റെ യുക്തി ഒന്നും ഇവിടെ നോക്കണ്ട, ഞാൻ അച്ഛനെ പറ്റി ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം ഞാൻ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പറയും, അതങ്ങോട്ട് പാടിയാൽ മതി. എനിക്ക് വേറൊരു ധ്വനി, അതാണ് ഗ്രേറ്റ്നസ് ആണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അത് തന്നെയായിരുന്നു. ഇനി എന്നിനി കാണും ഞാൻ മച്ചകത്താരോ തെങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ. ഈ പ്രാവും ചേട്ടൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ എല്ലാത്തിലും പ്രാവുകൾ കുറുകുന്നു, മനസ്സിൽ പ്രണയം മുറുകുന്നു. പ്രാവ് മിക്ക പാട്ടിലും കാണാം ഗിരീഷേട്ടൻ്റെ ബിംബമാണ്. അത് ഗിരീഷേട്ടൻ്റെ കൊച്ചുകുട്ടിക്കാലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ പ്രാവ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂരയില്ലാത്ത ഒരു വീട്ടിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് പെയ്യുന്ന ഒരു വീട്ടിൽ ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവിടെ പ്രാവുകൾ കുറുകുന്നത് കേൾക്കാം. അപ്പോൾ അതൊന്ന് എന്തിൻ്റെ സംഗീതമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ അത് സങ്കടത്തിൻ്റെയാണോ സന്തോഷത്തിൻ്റെയാണോ എന്നറിഞ്ഞുകൂടാ. ചില സമയത്ത് അത് വല്ലാത്ത സങ്കടം തന്നിട്ടുണ്ട്, ചില സമയത്ത് വല്ലാത്ത സന്തോഷം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാവുകൾ മര്യാദയ്ക്ക് പ്രാവെന്ന് എഴുതറാം അത് ലാലേട്ടനെ കൊണ്ടും അതിൽ പാട്ട് പഠിപ്പിച്ചു അല്ലേ? കറുകര കറുത്തൊരു കണ്ണാണ് എന്നുള്ള പാട്ട് അല്ലേ? അതെങ്ങനെയായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള ആദ്യത്തെ പാട്ടനുഭവമാണ് ശരിക്കും? ലാലേട്ടൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും തമ്മിൽ വളരെയധികം വർഷങ്ങളുടെ ബന്ധമുണ്ട്. പൂജപ്പുരയാണ് ഇവിടെ വന്നോളൂ. അതെ. അപ്പോൾ എൻ്റെ അച്ഛനും ലാലേട്ടൻ്റെ അച്ഛനും അതുപോലെ ലാലേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവരൊക്കെ ഒരു കുടുംബ സംഗമം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ലാലേട്ടനെ ആദ്യമായിട്ട് ലാലു ചേട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ലാലു ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്, എൻ്റെ വളരെ കൊച്ചു കുട്ടിക്കാലത്ത്. അപ്പോൾ ആ സ്നേഹം എപ്പോഴും, ഒരു വലിയേട്ടൻ്റെ സ്നേഹം എപ്പോഴും ലാലു ചേട്ടൻ തരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് കേൾക്കാൻ ലാലു ചേട്ടൻ വന്നിരുന്നു പറഞ്ഞല്ലോ, അപ്പോഴും ആ സ്നേഹത്തുള്ള. അപ്പോൾ ലാലു ചേട്ടൻ പറയും എന്താ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോഴും അതെ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താ മോനെ സുഖമാണെന്ന് ചോദിക്കും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ലാലു ചേട്ടന് വേണ്ടി ഒരുപാട് പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഭാഗ്യവും. ഇനിയും ലാലു ചേട്ടന് വേണ്ടിയിട്ട് അത്തരം പാട്ടുകൾ നല്ല ഇവിടെ നിൽക്കുന്ന കാലത്തിനൊപ്പം നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ ലാലു ചേട്ടന് ചെയ്ത പാട്ടുകളെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്.
കാലങ്ങളിലൂടെ വന്ന പാട്ടുകളിൽ. പാട്ട് അദ്ദേഹമായിട്ട് പാടിപ്പിക്കാനുണ്ടായ ഒരു ഇടം എന്തായിരുന്നു? ഇത് നമ്മൾ വിനിച്ചേട്ടനും ഞാൻ കൂടെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഇത് ലാലുചേട്ടൻ തന്നെയാണ് അത് പാടുക. അത് ഒരു സിമ്പിൾ സോങ് ആണ്, പക്ഷെ ക്യൂട്ടാണ്. അപ്പോൾ അതിൽ ചെറിയ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ നാടൻ ശീലം വന്നപ്പോൾ എനിക്ക് തോന്നി അത് ലാലുചേട്ടൻ തന്നെയാണ് പാടേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം വളരെയധികം സന്തോഷത്തോടുകൂടി. ലാലുചേട്ടനെ 2-3 പാട്ടുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലാലുചേട്ടന് ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും ഈ പറയുന്ന പോലെയുള്ള ഡെഡിക്കേഷൻ. ഇപ്പോൾ പാട്ട് പാടാൻ വരുമ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് പാടാനും അത് പെർഫെക്റ്റ് ആക്കാനും ഉള്ള ഒരു സമാധാനവും പേഷ്യൻസും അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്സാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പാടി തീർന്നിട്ട് പോയെന്ന് തോന്നുന്നു. ഒരു പാട്ട് പാടിയപ്പോഴത്തേക്കും ഉടനെ അദ്ദേഹം ഞാനവിടെ നൊട്ടേഷൻ എഴുതി വെച്ചത്. അപ്പോൾ ലാലുചേട്ടൻ എടുത്ത് പറഞ്ഞു, ഇതിലൊരു സിഗ്നേച്ചർ ഇട്ട് എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും വലിയ ഗ്രേറ്റ് ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല ലാലുചേട്ടൻ ഒന്ന് ഒരു സിഗ്നേച്ചർ തന്ന ഞാൻ ഇതിനകത്ത് സിഗ്നേച്ചർ. അങ്ങനെ ഐ ആം ദ മാൻ എന്ന് പറഞ്ഞിട്ട് പ്രണയത്തിൽ 2 പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ? ഈ പാട്ടിനോടും വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഈ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അല്ലെ വളരെ പെട്ടെന്ന് പാടിയോ അദ്ദേഹം ഈ പാട്ടൊക്കെ? അതൊക്കെ വളരെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ്. ഈ ബാലേട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു പാട്ട് ബാലേട്ട ബാലേട്ട എന്ന് പറയും. അത് ഒരു ബോണിയമിൻ്റെ റാസ്പുട്ട്. അത് അങ്ങനെ ഒരു ആ പാട്ട് അത് അങ്ങനെ വേണം, അങ്ങനെ ആരെയും നിർബന്ധിച്ചാണോ അത് അങ്ങനെ ചെയ്തതാണോ? ശരി, അത് നിർബന്ധമായിട്ട് പറഞ്ഞതല്ല. വിനിച്ചേട്ടനായിട്ടുള്ള ഡിസ്കഷനിൽ വിനിച്ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ കൊള്ളാം, ഏതെങ്കിലും നമ്മൾ കേട്ട ഏതെങ്കിലും ശീലം ഓർമ്മിപ്പിച്ചാൽ കൊള്ളാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഓക്കെ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ ഒരു ഫ്രേസ് മാത്രമാണ്, ആ ഫ്രേസ് മാത്രമാണ് ആ രീതിയിൽ ചെയ്തത്. അതങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. ശ്യാമപ്രസാദിൻ്റെ അകലയിലെ പാട്ടുകളൊക്കെ അത്തരം ഒരു ബിതോവൻ്റെ സിംഫണിയുടെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പം അത്തരം അതും ആ ഒരു സ്വാധീനം ബോധപൂർവം എടുത്ത് കടം കൊണ്ടതാണോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതിന് ചെയ്തത്? അല്ല, അത് ആഗ്രയുടെ കാര്യത്തിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അതിപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. ഞാൻ ഒരിക്കലും ശ്യാംജിയുടെ അടുത്ത് എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അകലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 9 പാട്ടുകൾ ഉണ്ടാക്കി. അതിൽ 2-3 പാട്ടുകൾ സിനിമയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഞാൻ സത്യം ഓഡിയോസിൻ്റെ പ്രേമുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ആ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. ഇതിൽ 2-3 പാട്ട് സിനിമയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിലൊന്നാണ് അകലെ, പിന്നെ ജനുവരിയിൽ വിരിയുമോ എന്നുള്ളത്. അപ്പോൾ ഈ ജനുവരിയിൽ വിരിയുമോ എന്നതിൻ്റെ സോങ് സിറ്റുവേഷൻ ശ്യാംജി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നായകൻ ബെഥോവൻ്റെ ഫുർ എലിസ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പോസിഷനുണ്ട്. ആ കോമ്പോസിഷൻ വായിക്കുന്നു, പിയാനോയിൽ വായിക്കുന്നു. അത് വായിച്ച് അതിൽ നിന്ന് പല്ലവി തുടങ്ങിയിട്ട് പിന്നെ അതൊരു വേറൊരു പാട്ടായിട്ട് അത് മാറുന്നു, അയാളുടെ കോമ്പോസിഷനായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഫുർ എലിസ് ആദ്യം വായിച്ചേ പറ്റൂ. അതിൽ നിന്ന് തന്നെ ആണ് അതിൻ്റെ പല്ലവി വരിക. അപ്പോൾ ആ ഈണത്തിൽ തന്നെ ഗിരീഷേട്ടൻ ലിറിക്സ് എഴുതി അതിൻ്റെ അടുത്ത ഭാഗം അനുപല്ലവി ചരണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് വിളിക്കാതെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒറിജിനൽ കോമ്പോസിഷനായിട്ട് മാറുന്നു. അകലേ ഇനി അകലേ തരരാ തെരരി തരരാ, അതൊക്കെ വരുന്നത് എൻ്റെ കോമ്പോസിഷനാണ്. പിന്നെയും എന്ന് ഫുർ എലിസിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഫുർ എലിസ് പല ക്ലോക്കുകൾക്കും ഈ ഒരു ഈണം ഇത് വരും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ജയചന്ദ്രൻ ഇത് കോപ്പി അടിച്ചു. പക്ഷേ അതിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ഇത് സിനിമയിൽ വന്നില്ല എന്നുള്ളതാണ്. സിനിമയിൽ ഒരു പാട്ട് പോലും 9 പാട്ട് ചെയ്തെങ്കിലും ഒരു പാട്ട് പോലും സിനിമയിൽ വന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ടില്ല. അതൊക്കെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ സിനിമയിൽ പാട്ട് ഉൾപ്പെടുത്താതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് അതിനുള്ള റീസൺസ് ഉണ്ടാവും. അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ല എന്ന് എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ എത്തിക്സായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു വേദന തോന്നില്ലേ? വേദന തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കലാകാരനല്ലേ, നമ്മുടെ 9 കുഞ്ഞുങ്ങളല്ലേ അനാഥമാകുന്നത്, അതുണ്ടാവും, തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ. പക്ഷേ അത് അദ്ദേഹത്തിന് അതിലൊരു ശരിയുണ്ടാവും.
ശരിയുണ്ട്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുള്ളത്. ആ ശരിക്കൊപ്പം നിൽക്കാനാണ് ഇഷ്ടവും. അതെ. അതുകൊണ്ടായിരിക്കും വിവാദങ്ങളിലേക്കൊന്നും അങ്ങനെ കയറി പോവാതിരുന്നത് അല്ലേ? എങ്കിലും ഒരു കലാകാരൻ്റെ ഒരു ചെറിയ വിഷമം എല്ലാ കാലത്തും അനാഥപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്തിട്ടൊരു വിഷമം അത് എത്ര കാലം കഴിഞ്ഞാലും അത് മാറില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ അത് കിടക്കും. പ്രത്യേകിച്ച് അകലെ എന്നുള്ള പാട്ട് ഞാൻ ഒരുപാട് ഓമനയായിട്ട് എന്താണ് പാട്ടാണത്, വളർത്തിയ രസമുള്ള പാട്ട്. കാർത്തിക് ആദ്യമായിട്ട് മലയാളത്തിൽ പാടിയ പാട്ടും കൂടെയാണ്. അപ്പോൾ കാർത്തികിനെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ടും കൂടെയാണ്. അത് സിനിമയിൽ അല്ലെങ്കിൽ പോലും, സിനിമയിൽ വന്നില്ലെങ്കിൽ പോലും ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകമായിട്ട് തോന്നുന്നത്. സിനിമയിൽ ഒരുപാട് ബഡ്ജറ്റുകൾ പലപ്പോഴും വലിയ വിഷയം ഉണ്ടാകാറുണ്ട്. ബഡ്ജറ്റുകൾ സംഗീതത്തിന് വരുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അത്തരമൊരു മ്യൂസിക് സംവിധാനം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഡ്ജറ്റുകൾ എപ്പോഴെങ്കിലും നമ്മുടെ സംഗീതത്തിന് പൂർണ്ണത നൽകിയില്ല, വരാൻ അത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നിയ ഏതെങ്കിലും കമ്പോസിഷൻ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് കടക്കാരനാവുന്നത് ഈ രീതിയിലാണ്. ഒരു സിനിമയുടെ, ആ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് 2008 സംഭവിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് അത് വളരെ ചെറിയ ഒരു ബഡ്ജറ്റാണ്, പക്ഷേ എനിക്കത് ചെയ്തേ മതിയാവും, ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 55% ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബഡ്ജറ്റ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വീട്ടിലോട്ട് ചോദിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ പൈസയുമില്ല. അപ്പോൾ അവിടെ എൻ്റെ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന വിൻസേട്ടനുണ്ട്. അപ്പോൾ വിൻസേട്ടൻ പറഞ്ഞു, കുട്ട ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇവിടെ ഒരാളുണ്ട്, നമുക്ക് വേണമെങ്കിൽ കട എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കടം എടുത്തിട്ടാണ് ആദ്യത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ തീർക്കുന്നത്. ആ കടം പിന്നെ എനിക്ക് തോന്നുന്നത് 10 മാസം ഗഡുക്കളായിട്ട് അടച്ചിട്ടാണ് അത് തീർക്കുന്നത്. പിന്നെ പുള്ളിയുടെ നിന്ന് ഞാൻ ഇത് ഒരു ഭാഗ്യമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ നിന്ന് കടം വാങ്ങിക്കും, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. കാരണം പുള്ളി ഒരു ഭാഗ്യം എനിക്ക് തന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ ഒരു കഥയും കൂടെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട്. അത് ഏത് പടമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് വേണ്ട. അല്ല, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറെങ്കിലും അതെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ചില കഥകൾ പറയുമ്പോഴത്തേക്കും മറുകരയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം. പക്ഷെ അതൊരു ഗംഭീര വർക്കായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ട്, ആ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പൈസ വാങ്ങിച്ചു ഇല്ല, പിന്നെ കിട്ടിയിട്ടില്ല. ആ പൈസ ഞാൻ തന്നെ കൊടുത്തു എന്നുള്ളതാണ്. ചോദിച്ചിട്ടുമില്ല. പിന്നെ ഇല്ല, ചോദിച്ചിട്ടില്ല. അതിന് എന്തെങ്കിലും അംഗീകാരം? കാരണം ഏറ്റത് നമ്മൾ ചെയ്യണം, ഏറ്റത് ചെയ്യാൻ പറ്റാത്തത് എൻ്റെയും കൂടെ കുഴപ്പമാണ്. കാരണം ഞാൻ കൂടുതൽ സമയം എടുക്കുന്നു, കൂടുതൽ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ സ്റ്റുഡിയോ എടുക്കുന്നു. ഇതൊക്കെ വരുന്നത് അന്നത്തെ കാലത്തൊക്കെ ഒരു സംഗീത സംവിധായകൻ്റെ കുറവായിട്ട് കാണുന്ന സമയമാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് പ്രോഗ്രാം ചെയ്യാനൊക്കെ എത്ര ദിവസം വേണമെങ്കിൽ എടുക്കാം. അതുപോലെ നാട്ടുരാജാവല്ലേ, വളരെ രസകരമായ ഒരു ഫാസ്റ്റ് നമ്പറുണ്ട്, ചെങ്കൽപ്പടയുടെ രാജാവേ എന്നാണ്ട് പറഞ്ഞിട്ട് അല്ലേ? പിന്നീട് അങ്ങനെ ടൈപ്പ് ഒന്ന് ഒരുപാട് ഫാസ്റ്റ് നമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യാതിരുന്നതോ? അല്ല, സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കഥയോ സന്ദർഭങ്ങളോ ഒന്നുമല്ലല്ലോ. ഇതൊക്കെ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുന്ന. പിന്നെ സിനിമയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ അത് ആക്ടേഴ്സിനാണെങ്കിലുണ്ട്, അത് ടെക്നീഷ്യൻസിനാണെങ്കിലുണ്ട്, ഒരു ഡയറക്ടർക്കാണെങ്കിലുണ്ട്. ഒരു ഡയറക്ടറെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാൾ ഇങ്ങനത്തെ ഒരു പടമായിരിക്കും ചെയ്യുന്നത് എന്നുള്ള പ്രിജുഡിസ് ഉണ്ട് സിനിമയിൽ. ആ പ്രിജുഡിസ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പല ജോണറുകളിലും ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം ജോണറുകൾ, പക്ഷെ അതിനെ എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് വരുമ്പോഴും ഇപ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ മെലോഡിയസ് ആയിട്ടുള്ള, കൂടുതൽ അവർ ഞാനാണെന്ന് കരുതുന്ന പരിച്ഛേദമുള്ള സംഗീത സന്ദർഭങ്ങൾ മാത്രം അവർ പറയുകയും അത് ഞാൻ ചെയ്യണം എന്നാഗ്രഹിക്കുകയും, അത് അല്ലാതെ വേറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനല്ലാതെ വേറൊരാളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മളെയൊക്കെ ഓരോ കൂടുകളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇഷ്ടപ്പെട്ട രാഗങ്ങളുണ്ടാവും. ഇപ്പം മോഹൻ രാഗം പിന്നെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു രാഗം ഉണ്ടാവും? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം അനുരാഗം. ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. അനുരാഗമില്ലാതെ ഒരു കലാകാരനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അനുരാഗം എന്ന് പറഞ്ഞാൽ ഉടനെ അതിനെ തെറ്റിദ്ധരിക്കേണ്ട വേറൊരു രീതി. പ്രണയമല്ല, അത് പ്രണയമാവാം. അത് പല രീതിയിലാണ്. അപ്പോൾ പ്രണയം, അനുരാഗം എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ശക്തിയാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ രാഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ പല രാഗങ്ങളോടും നമുക്ക് ഇഷ്ടമുണ്ടാവും. പക്ഷേ ഒരു സംഗീത സംവിധായകന് അങ്ങനെ പ്രത്യേക ഒരു രാഗത്തിനോട് പ്രത്യേകത തോന്നിയാൽ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ അയാളത് റിപ്പീറ്റ് ചെയ്യും. ആ റെപ്പറ്റീഷൻ അയാളുടെ സംഗീതത്തിൽ അത് റെപ്പറ്റീഷൻ ആവും. മാത്രമല്ല രാഗങ്ങൾ ഒരു ഫോർമുലയായിട്ട് അയാൾ ഉപയോഗിക്കാൻ തുടങ്ങും.
ആ രാഗങ്ങൾ ഒരു ഫോർമുലയായിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ രാഗങ്ങൾ വെച്ച് അതിനെ പല പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ കൊണ്ടുവരുന്ന ആ കാലഘട്ടമൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് രാഗങ്ങൾ ഒരു ഫോർമുലയായിട്ട് ഉപയോഗിച്ച് കോമ്പോസിഷൻ ചെയ്തതിനോട് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ രാഗം എന്ന് പറയുന്നത് അനുരാഗമാണ്. അത് പ്രണയത്തിൻ്റെ മുഖം ഉണ്ടാകാം, സ്നേഹത്തിൻ്റെ എന്തിനും ആ മുഖങ്ങൾ കൊടുക്കാം. പക്ഷേ ഒരു അനുരാഗമുണ്ട് അല്ലേ? ആ രാഗമാണ് ഏറ്റവും പ്രിയപ്പെട്ട രാഗം. ഇത് ഏറ്റവും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ മ്യൂസിക് റൈറ്റ്സിനെ കുറിച്ചാണ്. ഒരു കമ്പോസിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മ്യൂസിക്, അതിന് റൈറ്റ്സ് വേണോ അതിൻ്റെ അത് ആർക്ക് വേണം, ഭയങ്കരമായൊരു ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഇളയരാജ സാർ തുടങ്ങിയ ഒരു വലിയ ഒരു മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ അത് പറയാം. അത്തരം ഒരു മൂവ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട്, തീർത്തും 100% യോജിക്കുന്നുണ്ട്. കാരണം അതിൽ സത്യമാണ്, അതാണ് സത്യം. ഇപ്പോൾ ഒരു ഗാനമുണ്ടാവുന്നു, ഗാനത്തിൻ്റെ രചന, ഇപ്പോൾ നീ പാതി നാൻ പാതി കണ്ണേ എന്നെഴുതിയത് ആ രചയിതാവാണ്. സുന്ദരി ഒരു കണ്ണാൽ എന്നെ സേതി എന്നുള്ള ആ പാട്ടിൻ്റെ ഈണം അത് ഇളയരാജ സാറിൻ്റെയാണ്. ഇത് ഒരു പ്രൊഡക്ഷൻ ആകുമ്പോഴത്തേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുണ്ട്, ഇത് ഡയറക്ടർ, ഇത് ഈ സോങ് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ടറുണ്ട്. പാട്ടുകാരൻ എവിടെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിയേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം സംഗീത സംവിധായകൻ ഈ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ഗായകൻ കേൾക്കുകയും അപ്പോൾ ആ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമല്ല ഗായകൻ അത് കഴിഞ്ഞിട്ട് വരുന്ന എൻറ്റിറ്റിയാണ്. അല്ലെങ്കിൽ ഈ സംഗീത സംവിധായകൻ തന്നെ ആയിരിക്കണം ഗായകൻ. ഇപ്പോൾ MG ശ്രീകുമാറേട്ടൻ സംഗീതം ചെയ്ത് പാടുന്നുണ്ട്, അല്ലെങ്കിൽ യേശുദാസ് സാർ സംഗീതം ചെയ്ത് പാടിയിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ നമുക്കത് ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കാണാം. അല്ലെങ്കിൽ ഈ രചനയുടെ അതിൻ്റെ റൈറ്റ്സ് എന്താണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, നമുക്ക് മൂവബിൾ ഇമ്മൂവബിൾ ഈ സ്ഥാപന ജംഗമം എന്ന് പറയുന്ന നമുക്ക് അതിപ്പോൾ സുരേഷിനൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് സുരേഷിൻ്റെ തന്നെയാണ്, അത് വേറെ ആരുടെയുമല്ല. അതുപോലെ രചനയ്ക്ക് ലോയിൽ അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നത് ലിറിക് റൈറ്ററിനാണ്. സംഗീതത്തിൻ്റെ ആ രചനയുടെ സംഗീതത്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നത് മ്യൂസിക് കമ്പോസറിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും എവിടെയെങ്കിലും ഇത് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുന്നത് അവരുടെ സ്വന്തം ക്രിയേഷനല്ല. അപ്പോൾ ആ പാട്ട് ആ ഒരു മോമെൻറ്റിലേക്ക് അവരെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സിന് അതിൻ്റെ ഒരു വളരെ ചെറിയ അതാണ് ഞാൻ പറയുന്നത്, വളരെ ചെറിയ, അതിപ്പോൾ നമ്മൾ സാധാരണ പാടിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരെയോ അല്ലെങ്കിൽ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാനല്ല. ഇതിപ്പോൾ ഇത്തരം പാട്ടുകൾ എടുത്ത് പാടി ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ ഒരു റോയൽറ്റി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ നമുക്കറിയാം, രവീന്ദ്ര മാസ്റ്ററും ജോൺ സേട്ടനും അതിനുമുമ്പ് A.T. ഉമ്മർ സാറും അങ്ങനെ പല ആൾക്കാരും അവർക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളിലാണ് അവരുടെ അവസാന ഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ അവർക്ക് റോയൽറ്റി വേണ്ട രീതിയിൽ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അവരെ ആ രീതിയിൽ കരുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതങ്ങൾ വളരെ മെച്ചപ്പെട്ടതാവുമായിരുന്നു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ ഇളയരാജ സാർ ആ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സത്യത്തെയാണ്. ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. 160ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. എണ്ണം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അതിന് വരും. ഇതിൽ വരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, എപ്പോഴും മൂളാൻ ആഗ്രഹിക്കുന്ന ജയചന്ദ്രൻ്റെ പാട്ട് ഏതാണ്? എൻ്റെ പാട്ടുകൾ ഞാൻ മൂളാറില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. അത് ചില ആൾക്കാർക്ക് തോന്നുന്നു ഇയാൾ എക്സാജറേറ്റ് ഇയാൾ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു പാട്ടും മൂളി നടക്കാറില്ല. ഞാൻ മൂളി നടക്കുന്നതൊക്കെ വേറെ പാട്ടുകളായിരിക്കും. ചിലപ്പോൾ എനിക്കിപ്പോൾ മൂളാൻ ആഗ്രഹമുള്ള പാട്ട് ചിലപ്പം ഓലഞ്ഞാലിക്കുരുവി എന്നുള്ള പാട്ടായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാനത് ആരാണ് സംഗീതം ചെയ്യുന്നത്, പല ആൾക്കാരെ കുറിച്ച് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നിർത്തുന്നതിന് മുമ്പ്. അതായത് അവരുടെ കാലഘട്ടത്തിന് മുമ്പേ ഉള്ള ആൾക്കാരെ പറ്റിയൊക്കെ വളരെ വലിയ വാക്കുകളിൽ പറയും. പക്ഷേ അവരുടെ കണ്ടംപററീസ് ആയിട്ടുള്ള ആൾക്കാരെയും, പ്രത്യേകിച്ച് സിനിമയിലാണ് ഞാനിത് കാണുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ പറ്റി ഒന്നും പറയില്ല. പറ്റുമെങ്കിൽ കുറച്ച് നെഗറ്റീവും പറയും. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ കണ്ടംപററീസ് ലൈക്ക് ശരത്ത് ഗംഭീര മ്യൂസിക് കമ്പോസറാണ്. പിന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ പറഞ്ഞ ഗോപി സുന്ദർ, വിഷ്ണു വിജയ്, ദീപക് ദേവ്, ഷാൻ റഹ്മാൻ, ഇങ്ങനെ ഞാൻ എല്ലാവരുടെയും പേരുകൾ ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ.
അവരൊക്കെ തന്നെ വളരെ അധികം കഴിവുള്ള ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സുണ്ട്. സുഷിൻ ഒരുപാട് ശരിക്ക് മെറ്റീരിയലാണ്. നമുക്ക് നമ്മുടെ സിനിമയെ പുതിയൊരു ദിശയിലേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ കാർ ഓടിക്കുമ്പോൾ ഒക്കെ ഞാൻ പാടാറുണ്ട്, എപ്പോഴും പാടാറുണ്ട്. അൽഫോൺസ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീത സംവിധാനം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും പേര് രാഹുൽ രാജ്, അങ്ങനെ ഒരുപാട് എൻ്റെ പേര് ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരെല്ലാവരും എൻ്റെ മനസ്സിലുള്ളതാണ്. അതായത് പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംഗീത സംവിധായകരും വളരെ ടാലൻ്റ് ഉള്ളവരാണ്. വളരെ ടാലൻ്റ് എന്നല്ല, ദേ ആർ വെരി വെരി ഗുഡ്. അവർ ശക്തിയാണ്, നമ്മുടെ സിനിമയ്ക്ക് ശക്തിയാണ്. അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാനുള്ള സോങ് സിറ്റുവേഷൻസ് കൊടുക്കണം. ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് പാടുന്നവർ അവർ പുറത്ത് വരുമ്പോൾ അത്രയും ശോഭിക്കാറില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അത് അങ്ങനെയില്ല, ആർക്കും അവസരമുണ്ട്. ഇന്നത്തെ സിനിമയിലുള്ള ഒരു പ്രത്യേകത അതാണ്, ഓൾ ആർ വെൽക്കം എന്നുള്ളത്. ചില ആൾക്കാർ മാത്രം, എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമല്ല സിനിമ. എല്ലാവർക്കും വരാം, എല്ലാവരും സ്വാഗതമാണ്. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് അവിടെ പ്രകടിപ്പിക്കാം, ആ കഴിവുകളെ അംഗീകരിക്കും എന്നതാണ്. അതാണ് സിനിമയുടെ ഒരു ബ്യൂട്ടി. എല്ലാ കാലത്തും ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അത് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് മലയാളത്തിനപ്പുറം അവരുടെ പെരുമ നാട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ്റെ സംഗീതമാണ് ഒരു പടിക്ക് മുകളിലെങ്കിലും നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഒരുപാട് വിജയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സർ.